പക്ഷെ ഒട്ടും തന്നെ പുറകിൽ എല്ലാ ടീം സുരേഷ് ഗോപി ടീം എന്നത് ആദ്യ മത്സരത്തിൽ തന്നെ അവർ കാഴ്ചവെച്ചതാണ്. ഇവിടെ ഈ മത്സരത്തിലും ഇതേപോലുള്ള ആർജവം അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗോൾ തീർച്ചയായും മടക്കി അടിച്ചിരിക്കുമെന്ന ദൃഢപ്രതിജ്ഞ. സിദ്ധു ഒരു ഇഞ്ചിന് മാറിപ്പോയി, കാരണം അത് ഇത്തിരി വേഗത്തിലായി പോയി, അല്ലെങ്കിൽ അത് സിദ്ധുവിന്റെ കാലിൽ ഭദ്രമായിരുന്നതിനെ. പക്ഷേ ശ്രുതിയെ നിസ്സാരമായി കാണാൻ പറ്റില്ല. ശ്രുതി ലക്ഷ്മി നല്ലൊരു ഗോൾ കീപ്പറാണ്. മണികണ്ഠൻ വീണ്ടും എത്തിയിരിക്കുന്നു. നമ്മൾ ഈ ഫുട്ബോൾ മത്സരം വളരെ ഭംഗിയായി ഷൂട്ട് ചെയ്യുന്ന ഹൈദർ അലി ടീമിന് ഒരു നല്ല കൈയ്യടി കൊടുക്കണം. ഒട്ടേറെ ക്യാമറകൾ വല കോർണറിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വളരെ ഭംഗിയായിട്ടൊരു ഫുട്ബോൾ മത്സരം പോലെ തന്നെ ഇത് ഷൂട്ട് ചെയ്യുന്നു. ഇതാ സിദ്ധാർത്ഥ്, നരേൻ, സഞ്ജു, 3 പേരും സഞ്ജു വിട്ടുകൊടുക്കുന്നില്ല. അതാ ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്ക് പ്രശാന്ത് അലക്സാണ്ടർ. ഇതൊരു ഗോൾ. ശ്രുതിക്കൊരു നല്ല കൈ കൊടുക്കണം. ശ്രുതി ഇപ്പോൾ വളരെ നന്നായിട്ട് സേവ് ചെയ്തു. മുന്ന അത് സെൻട്രൽ തന്നെ വെക്കണം എന്ന് പറയുന്നു. തീർച്ചയായും പറഞ്ഞ പോലെ 1-2 ടോക്സ്, അതുപോലെ തന്നെ അമ്മയുടെ യൂട്യൂബ് ചാനൽ ലൈവായിട്ട് ഈ മത്സരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. 1-2 ടോക്സ് അതൊരു പെനാൽറ്റി ആണോ എന്ന് തോന്നുന്നു, കാരണം മുന്ന സൈമൺ കൈകൊണ്ട് തൊട്ടു. മുന്ന റഫറിയുടെ നിയമങ്ങൾ കളിക്കളത്തിൽ കറക്റ്റായി നമ്മൾ പാലിക്കേണ്ടതാണ്. മൈജി ഫ്യൂച്ചർ അജ്മി പ്രസൻസ് അമ്മ കുടുംബ സംഗമം ഇൻ അസോസിയേഷൻ വിത്ത് ഗോഡ് സ്പീഡ് മൈഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് എക്സ്പേർട്സ്, ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആൻഡ് മഹാറാണി വെഡിംഗ് കളക്ഷൻസ്, പവർഡ് ബൈ ഡി ഗ്രൂപ്പ്. ഡിഫൻസ് നിന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അത്രയും പുറകിലോട്ട് ഇറങ്ങി നിൽക്കരുത്. നമ്മൾ അല്പം മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു ഫൺ ഗെയിം എന്നതിലുപരി വളരെ വളരെ ആവേശഭരിതമായ ഒരു മത്സരം തന്നെ മാറിയിരിക്കുകയാണ്. ക്രിക്കറ്റിൽ ഇതുപോലെ ആവേശ മത്സരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പ്രചോദേട്ട, പക്ഷേ നമ്മുടെ മിന്നും താരങ്ങളിൽ നിന്ന് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്ര വളരെ ഗംഭീരമായിട്ട് തന്നെ പ്രൊഫഷണൽ ഫുട്ബോൾ തന്നെ ഇവിടെ കാഴ്ചവെക്കുകയാണ് ഇതിൽ കളിച്ച മിക്കവരും. അതാ ഒരു മനോഹരമായ ഒരു ഗോൾ. കൈയടി, നല്ലൊരു കൈ കൊടുക്കാം. 1-1. പ്രശാന്ത് അലക്സാണ്ടർ മറുപടി ഗോൾ നൽകി നെഞ്ചിടിപ്പേറ്റിരിക്കുകയാണ് ടീം ലാലേട്ടന്റെ നെഞ്ചത്ത് തന്നെ ഒരു ഗോൾ നേടിയിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു ഫിനിഷ് കൂടിയായിരുന്നു. ശ്രദ്ധാപൂർവം എടുത്ത ആ ഒരു കിക്കിലൂടെ സമനിലയിൽ എത്തിയിരിക്കുകയാണ് ഈ മത്സരം. ഇനി എന്തൊക്കെ സംഭവിക്കും ഇവിടെ? ഇനി ആരായിരിക്കും അടുത്ത ലീഡ് ഗോൾ നേടുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മെ തേടി എത്തുന്നതാണ്. എന്തും സംഭവിക്കാം, നോക്കാം. പ്രചോദിത അവിടെ വളരെ നല്ല മൂവ്സ് ഇവിടെ എല്ലാ 2 ടീമിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വാശിയേറിയ ഒരു മത്സരമാണ്. പ്രത്യേകിച്ച് പ്രശാന്തൊക്കെ വളരെ വിദഗ്ധമായി അതാ വീണ്ടും നമ്മുടെ സിദ്ധാർത്ഥ് ഓൺലൈനിലേക്ക് പോയിരിക്കുന്നു. നമ്മുടെ മിഥുൻ ഇവിടെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു നല്ല കൈയ്യടി കൊടുക്കാം മിഥുൻ. വാശിയേറിയ മത്സരം നടക്കുകയാണ്. പ്രശാന്ത് അലക്സാണ്ടർ ഇപ്പോൾ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. സഞ്ജു ഡിഫൻഡറായി നിൽക്കുകയാണ്. സിദ്ധാർത്ഥ്, അതുപോലെ മണികണ്ഠൻ. നമ്മുടെ ലാലേട്ടൻ ടീമും നമ്മുടെ സുരേഷ് ഗോപിച്ചൻ്റെ ടീമാണ്. ഫൈനൽ മത്സരമാണ്. ഓരോ ഗോൾ നേടിയിരിക്കുകയാണ്. ആദ്യ പാദം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 1-1 സമാസമമായി നിൽക്കുകയാണ് 2 ടീമുകളും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആവേശം ഒട്ടും തന്നെ ചോർന്നു പോയിട്ടില്ല ഈ മത്സരത്തിൽ. അതായത് ഗ്രാൻഡ് ഫിനാലയിലും എന്നത് ശ്രദ്ധേയമാണ്. രണ്ടാം പാദത്തിൽ പ്രചോദന എന്തും സംഭവിക്കാം. തീർച്ചയായിട്ടും 2 പേരും വാശിയേറിയ മത്സരമാണ്. കാരണം നമ്മൾ ആ പ്രശാന്ത് അലക്സാണ്ടർ ഗോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല കൈയ്യടി നമുക്ക് കൊടുക്കണം. പ്രിയപ്പെട്ട വിജയേട്ടൻ ഒരു നല്ല കൈയ്യടി. എന്തെന്ന് നമ്മളോടൊപ്പം വിളിച്ചാൽ ഓടിയെത്തുന്ന പ്രിയപ്പെട്ട വിജയേട്ടന് നല്ല കൈയ്യടി കൊടുക്കണം. എങ്കിലും ഫൺ മത്സരമാണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് മത്സരം മുന്നേറുകയാണ്. 2ാം പകുതി തുടങ്ങാൻ പോകുകയാണ്. സുരൽഭം ചേഞ്ചസ് ഒക്കെ നമുക്ക് ടീമിൽ കാണാൻ പ്രചോദന. ഇവിടെ തന്ത്രങ്ങൾ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നതിൽ നരേൻ എന്ന ക്യാപ്റ്റനെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. ഒപ്പം തന്നെ ഓപ്പോസിഷനിലും ആ ഒരു പ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ട്. കുക്കു പരമേശ്വരൻ കളിയിൽ ഇപ്പം നിലവിൽ കളിക്കുന്നില്ലെങ്കിലും ഒരുപാട് ശ്രദ്ധാപൂർവം തന്ത്രങ്ങൾ മെനഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ? കളിക്കാത്തവർ ഗ്രൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങണം എന്ന് റഫറി പറഞ്ഞു. കളി തുടങ്ങാൻ പോകുന്നതാണ്. ഫോർവേഡിലേക്ക് നിൽക്കുന്ന നിരഞ്ജനും ശോഭിയും ഫോർവേഡിലേക്ക് കയറിയിട്ടുണ്ട്. 1-1 നിൽക്കുകയാണ് മത്സരം. ആരായിരിക്കും ഈ ഫുട്ബോൾ ഹംഗാമയുടെ വിന്നർ? മത്സരം 2ാം പകുതി ആരംഭിക്കുമ്പോൾ ഒരു നല്ല കൈയ്യടി കൊടുത്തുകൊണ്ട് തുടങ്ങാം. ഇതാ ഫസ്റ്റ് ഷോബി മണികണ്ഠനിലേക്ക് കിട്ടിയിരിക്കുകയാണ്. മണികണ്ഠൻ അതാ വീണ്ടും ഷോഫി അത് ഗോൾ പോസ്റ്റിന് അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അത് ഗോൾ ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം നിരഞ്ജൻ അത് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അതാ നിരഞ്ജന ബോൾ കൊണ്ടുപോകുന്നു. പക്ഷേ പാസ് ചെയ്ത് ഇപ്പുറം കൊടുക്കാൻ നമുക്ക് നരേൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്.
വീണ്ടും മുന്ന സൈമൺ, അതൊരു ശക്തമായ എതിരാളിയാണ്. സഞ്ജു ഏറ്റവും അധികം സ്പീഡിൽ തന്നെ ഫോർവേഡിലേക്ക് വന്നിരിക്കുകയാണ്. സൈഡ് വിങ്ങിൽ പ്രിയപ്പെട്ട മണികണ്ഠൻ, അതാ ഒരു ഹെഡറിലൂടെ ബോള് അദ്ദേഹം ഗോൾ പോസ്റ്റിലേക്ക് എത്തിച്ചെങ്കിലും അത് അകന്നുപോയി. വളരെ നല്ല മൂവ് തന്നെയായിരുന്നു. നല്ല പാസുകളാണ്, ബോൾ പാസുകൾ നമ്മൾ ഇവിടെ കണ്ടതാണ്. പക്ഷേ അത് ലക്ഷ്യസ്ഥാനത്ത് ഗോൾ വലയം കിളിക്കാൻ സാധിച്ചില്ല. എന്നാലും വീണ്ടും ആ ഒരു ശ്രമങ്ങൾ കാണാം. നിരഞ്ജൻ വളരെ നല്ലൊരു അറ്റാക്ക് നമ്മുടെ സഞ്ജുവിന്റെ പ്രതികരണം അതോടെ നമുക്ക് കാണാം. ഡിഫൻസ് നിരഞ്ജൻ എന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് ബോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് അടിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് റിക്വയർഡ്. മെഡിക്കൽ അസിസ്റ്റൻസ് മെഡിക്കൽ ടീമുകൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടതാണ്. അല്ല കളി കാര്യമാവും, നമ്മൾ തമാശയ്ക്ക് കളിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം. ദയവിച്ച് ഇത് നമ്മളൊരു ഫണ്ണായിട്ട് തന്നെ അല്ല പ്രചോദന ഒരു ഫൺ ഗെയിം ആയിട്ട് തന്നെ കാണണം. ആവേശമുണ്ട് നല്ലത്, പക്ഷേ നമ്മളുടെ സേഫ്റ്റി കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ. മത്സരം മുറുകുകയാണ്. പ്രിയപ്പെട്ട സുധീർ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അദ്ദേഹം എന്തൊക്കെ നിർദ്ദേശം കൊടുത്തു? നമ്മുടെ വിദ്യ ബോൾ ടച്ച് ചെയ്ത് നമ്മുടെ സിദ്ധാർത്ഥിലേക്ക് വന്നു. പ്രശാന്ത് അലക്സാണ്ടർ, അദ്ദേഹം ഒരു ഗെയിമിന്റെ ക്ലൈമാക്സ് മാറ്റിമറിക്കുന്ന വിദഗ്ധമായൊരു പ്ലെയറാണ്. അത് വീണ്ടും കോർണറിലേക്ക് വന്നിരിക്കുകയാണ്. അത് കോർണർ ടച്ച് ചെയ്തു. അത് ഒരു ഹാൻഡ്ബാൾ ആണോ എന്നിടയ്ക്ക് സംശയിച്ചു. പക്ഷേ സഞ്ജുവിന് അത് ലക്ഷ്യമില്ലാതെ പോയി. ആ ബോൾ ഗാലറിയിലേക്ക് അത് അടിച്ചകറ്റിയിരിക്കുന്നു. സോ ഏത് നിമിഷവും ഒരു ഗോൾ പിറക്കുമെന്ന ആ ഒരു വിശ്വാസം രണ്ട് ടീമിന്റെയും ഭാഗത്തുണ്ട് എന്നത് പറയാതെ വയ്യ. വളരെ നല്ല മൂവുകൾ നമ്മൾ പ്രശാന്ത് അലക്സാണ്ടറിന്റെയും സിദ്ധാർത്ഥ് മേനോന്റെയും അതുപോലെ തന്നെ മണികണ്ഠന്റെയും ആ ഒരു അറ്റാക്ക് കാണാം. എന്നാൽ ഡിഫൻസ് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു സഞ്ജു. മറ്റും മറുപുറത്താക്കട്ടെ വളരെ നല്ല ഗോൾ കീപ്പിംഗ് ഇവിടെ ശ്രുതി ലക്ഷ്മി ആദ്യ മത്സരം മുതൽ തന്നെ കാഴ്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നരേന്റെയും നിരഞ്ജന്റെയും മുന്നേറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് നിരഞ്ജന്റെ പ്ലേ. അതാ സിദ്ധാർത്ഥം പറന്ന് നിൽക്കുകയാണ്. അതാ നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതി അത് സേവ് ചെയ്തിരിക്കുന്നു. ശ്രുതി വളരെ സീരിയസ് ആയിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ സിദ്ധാർത്ഥ അപ്പോഴേക്ക് ഓടി വന്നപ്പോഴും അത് വേണമെങ്കിൽ ഒരു ഗോൾ ആയതിനെ മുന്ന സൈമൺ നിരഞ്ജനിലേക്ക് പാസ് ചെയ്യാൻ നിൽക്കുകയാണ്. അതൊരു ക്ലോസ് ഗോൾ തന്നെയായിരുന്നു പ്രചോദന. അത് ഒരു പക്ഷേ അത് കൃത്യമായി കൊണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ഗോളായി മാറിയേനെ. മറ്റൊരു അറ്റാക്ക് കൂടി ഇവിടെ ഡിഫൻസിൽ തന്റെ കരുത്ത് കാട്ടുകയാണ് സഞ്ജു ശിവറാം. ബീന ആന്റണി സൈഡിൽ നിൽക്കുമ്പോൾ നോക്കണം, ബോൾ എതിലേ വരുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ വരും. ഇത് മുന്ന സൈമൺ ആർക്കോ ലക്ഷ്യമായി ബോൾ പാസ് ചെയ്യുകയാണ്. അത് നിരഞ്ജൻ അത് കിട്ടിയില്ല. മണികണ്ഠൻ അതാ ശോഭ ചേട്ടൻ പ്രിയപ്പെട്ട മണികണ്ഠനും സിദ്ധാർത്ഥും പക്ഷേ പലപ്പോഴും സൈഡ് മാറി സെൻറ്ററിലേക്ക് വരുന്നുണ്ട്. അത് ഒരു നീക്കത്തിന് തടസ്സപ്പെടും അല്ലേ. ഷഫിൾ ചെയ്തുകൊണ്ട് തന്നെ അവർ ഒരുപാട് തന്ത്രങ്ങൾ മെനയുന്ന ഒരു കാഴ്ചയാണ് പ്രചോദനം ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ ആരായിരിക്കും അടുത്ത ലീഡ് ഗോൾ നേടുക എന്നത് സുപ്രധാനമാണ്. ഓക്കെ, ശോഭിക്ക് പകരം വീണ്ടും ക്യാപ്റ്റൻ നരേൻ ഇറങ്ങിയിരിക്കുന്ന ഒരു നല്ല കൈഡി കൊടുക്കാം. അദ്ദേഹം റെസ്റ്റിൽ നിന്ന് വീണ്ടും ടീമിന്റെ വിജയത്തിനായി അദ്ദേഹം പോരാടുന്നു. ഇതാ കളിക്കളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ അദ്ദേഹത്തിന് ബോൾ കയ്യിൽ കിട്ടിക്കൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ്. അതിവിദഗ്ധമായി തന്നെ അദ്ദേഹം അത് പാസ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. മണികണ്ഠൻ ഒരിക്കലും വിടാത്ത രീതിയിൽ അദ്ദേഹത്തെ പിടിച്ചിരിക്കുകയാണ്. പക്ഷേ അവിടുന്ന് സേഫാക്കി കൊണ്ടുപോയി. അതാ അതൊരു അനായാസ മുന്നേറ്റമായിരുന്നു. നിരഞ്ജൻ തൊട്ടടുത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു മുന്നേറ്റം തന്നെയായിരുന്നു. അത് ഒരു പക്ഷേ ഒരു ഗോളായി എന്ന് വരെ പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ വിദ്യാവിനു മോഹൻ അവിടെ വളരെ നല്ല രീതിയിൽ തന്നെ ഗോൾ കീപ്പിംഗ് കാഴ്ചവെക്കുന്നു. ഒപ്പം തന്നെ സഞ്ജുവിന്റെ നല്ലൊരു ഡിഫൻസ് കൂടി ഇവിടെ മുന്നേ ആണ് ടീം ലാലേട്ടന്റെ നെടുംതൂണായി നിന്നുകൊണ്ട് തന്നെ ഡിഫൻസ് നോക്കുന്നത്. പുറകിൽ ശ്രുതി ലക്ഷ്മി എന്ന മിടുക്കിയായ ഗോൾ കീപ്പർ. പ്രശാന്ത് അലക്സാണ്ടർ പ്രശാന്ത് അലക്സാണ്ടർ നമ്മൾ പ്രെഡിക്ട് ചെയ്ത പ്ലെയർ അല്ല. അദ്ദേഹം അവസാന നിമിഷമൊക്കെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതെ, CCL നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ലാസ്റ്റ് ഓവറിൽ ആ ഒരു തെലുഗു വാരിയേഴ്സിനെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ ഒരു റൺസിന് വിജയിച്ചത് അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ലാസ്റ്റ് നിമിഷം ചിലപ്പോൾ ഒരു ഗോൾ അദ്ദേഹം അടിക്കാം. ഇതാ നരേനാണ് നിരഞ്ജന് പാസ് ചെയ്തതാണ്. സോ വളരെ ചടുലമായ നീക്കങ്ങൾ ഇവിടെ രണ്ട് ടീമിന്റെയും ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സാന്നിധ്യം ഒന്നുകൊണ്ട് തന്നെ ഈ മത്സരം വിജയിക്കുമെന്ന ആ ഒരു ദൃഢനിശ്ചയം രണ്ട് ടീമിനുണ്ട്. മറ്റൊരു മുന്നേറ്റം കൂടി പ്രശാന്ത് അലക്സാണ്ടർ. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, പ്രശാന്തിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഒരു ഗംഭീര പ്ലെയർ ആണ്. എനിക്കിടം തടാതെ ഇടിച്ചു കയറി നിന്നുകൊണ്ട് അത് ആവേശം മുഴക്കുന്ന ഒരു നല്ല കൈയുടെ തീർച്ചയായിട്ടും അല്ലേ.
തീർച്ചയായിട്ടും വളരെ കരുത്തുള്ള ഒരു ഡിഫെൻസീവാണ് ശ്രുതി ലക്ഷ്മി ആയിക്കോട്ടെ, അത് മുന്നേ ആയിക്കോട്ടെ, ഇവരെയൊക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് ആംഗിളിങ് എടുത്ത് പറയേണ്ടതാണ്. ആ ഒരു പോസ്റ്റിനെ കൃത്യമായി അളന്നു കുറിച്ച ഒരു ഗോൾ. തന്നെയുമല്ല, ഈ സഞ്ജുവും അതുപോലെ പ്രശാന്തും ഇവരൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഏത് സമയം ഗോൾ അടിക്കാൻ പറ്റുന്നവരാണ്. അതുപോലെ നരേനും നിരഞ്ജനും അവരുടെ കോമ്പിനേഷനും വളരെ നോട്ടബിളാണ്. ചിലപ്പോൾ ഏത് സമയത്തും ഗോൾ ആകാവുന്ന തരത്തിലുള്ള ഒരു കളിയാണ്. എന്തോ റെഫറി പറയുന്നുണ്ട്, എന്തോ റെഫറി സംസാരിക്കുന്നുണ്ട്. അത് ദിനേഷിനുള്ള വാണിംഗ് ആണ്. സുപ്രജിത വളരെ വളരെ അത്യാവശ്യം ആവേശോജ്വലമായ മത്സരം ഇവിടെ അദ്ദേഹത്തിന്റെ, അതായത് 2-1 ഇപ്പോൾ നിൽക്കുന്നത് ഈ മത്സരം. ഏത് നിമിഷവും മത്സരത്തിന്റെ ഫൈനൽ വിസിൽ വിളിച്ചേക്കാം. എന്നാൽ ആ ഒരു പ്രശാന്ത് അലക്സാണ്ടറിന്റെ അടുത്ത് പറയേണ്ടത്, കാരണം അദ്ദേഹത്തെ ഒളിപ്പിച്ച് വെച്ചൊരു തുറുപ്പ് ചീട്ടായിരുന്നു എന്ന് പറയാൻ വയ്യ. പ്രശാന്ത് അങ്ങനെ തന്നെയാണ്. പ്രശാന്ത് അതാ വീണ്ടും കറക്റ്റായിട്ട് നോക്കി കളിക്കുന്ന, വലിയ ഓട്ടമൊന്നുമില്ലെങ്കിലും പുള്ളി കറക്റ്റായിട്ട് ഗോൾ അടിക്കുവാനും അതുപോലെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അദ്ദേഹം 6 അടിക്കാനും ഒക്കെ വളരെ തന്ത്രപൂർവ്വം കളിക്കുന്ന ഒരാളാണ്. ബോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. വിനീത് ടയേർഡായോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് മത്സരമാണ്, ഈ മത്സരത്തിൽ ജയിക്കണം. ഇതാ ശ്രുതി ഒരു മുന്ന സൈമൻ കയറുന്നു. മുന്ന ഗോൾ അടിക്കുമെന്ന വാശിയോടെ കയറിയെങ്കിൽ 3 പേര് അവിടെ അത് ബോൾ ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട സഞ്ജുവും സിദ്ധാർത്ഥും നമ്മുടെ ഗോളി അഞ്ജലി, സോറി വിദ്യ. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഗോൾ നേടുന്നത് ആരായിരിക്കും? അതായത് ഒരു ഗോൾ നേടി സമനില ഗോൾ നേടാൻ ഈ ടീം ലാലേട്ടന് ആകുമോ എന്നതാണ്. അതായത് ഇപ്പോൾ 2-1 2 സുരേഷ് ഗോപി, അത് 1 ലാലേട്ടൻ. ഇവിടെ ഒരു ഗോൾ കൂടി നേടാൻ ലാലേട്ടന്റെ ടീമിനായാൽ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതെ, വാശിയേറിയ മത്സരമാണ്. ലാലേട്ടൻ ടീം ആൻഡ് സുരേഷ് ഗോപി ടീം വാശിയേറിയ മത്സരം. നിരഞ്ജൻ ഇതാ ആരെയോ ലക്ഷ്യമാക്കി. ഫോർവേഡിൽ 2 പേർ, മുന്നേയുമുണ്ട് അതുപോലെ നരേനുമുണ്ട്. പക്ഷേ മണികണ്ഠൻ അത് വിദഗ്ധമായിട്ട് തന്നെ അദ്ദേഹം അത് തടഞ്ഞിരിക്കുന്നു. നിരഞ്ജൻ ആ ഒരു ഗോളിന് വേണ്ടി ദാഹിക്കുകയാണ് ടീം ലാലേട്ടൻ. നിരഞ്ജൻ ഒരു വിഷയമില്ലാത്ത കിക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു രാജചേട്ടൻ ഞെട്ടി തരിച്ചിരുന്ന് പോയി കാണും നിരഞ്ജൻ്റെ ഈ കളി കണ്ടുകൊണ്ട്. അതാ വീണ്ടും അത് നമ്മുടെ നിരഞ്ജനിലേക്ക് വന്നിരിക്കുന്നു. മുന്ന സൈമൻ ബോളിന്റെ തൊട്ട് ബാക്കിൽ തന്നെയുണ്ട്. നെഞ്ചിടിപ്പിക്കുന്ന നിമിഷങ്ങൾ ഈ ഫൈനലിന്റെ. Yes, that's it. That's it. Team Suresh wins this match in style. Team Suresh Gopi team വിജയിച്ചിരിക്കുകയാണ്. വളരെ വാശിയേറിയ ഒരു മത്സരമായിരുന്നു. പൊരുതി നേടി എന്നുള്ളതാണ്. 2-1 പ്രിയപ്പെട്ട പ്രശാന്ത് അലക്സാണ്ടർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മാന്ത്രിക ഒരു ഗോളാണ് ഈ ഫൈനലിൽ അവർ കപ്പ് നേടാൻ അവർക്ക് യോഗ്യതയായത്. എല്ലാവർക്കും കളിച്ച എല്ലാവർക്കും ഒരു നല്ല നിറഞ്ഞ കയ്യടി കൊടുക്കാം. എന്തായാലും ഇത് ക്യാമറയിൽ പകർത്തിയ ഹൈദർ അലി, എനിക്ക് തോന്നുന്നു കുറേ ക്യാമറകൾ ഈ ഗ്രൗണ്ടിൻ്റെ പല ഭാഗത്തായിട്ട് നിരത്തി വെച്ചുകൊണ്ട് ഒരു ഗംഭീരമായൊരു കളി. നമ്മുടെ പ്രിയപ്പെട്ട റഫറി വിജയേട്ടനും ഒരു നല്ല കയ്യിൽ കൊടുക്കണം. സഞ്ജു, ദിനേശ്, എല്ലാ പ്ലാനിങ് പരിപാടി. ഫഹദ് എന്തൊക്കെയോ ആശയം ഉണ്ടായിരുന്നു തോന്നും. ഗംഭീരമായിരിക്കുന്നു സഞ്ജു. കേവലം ഞങ്ങൾക്ക് ഒരു ഒറ്റ ഗോൾ മതി. നമുക്ക് ക്യാപ്റ്റനോട് ചോദിക്കാം. കുക്കു പരമേശ്വരൻ തന്ത്രങ്ങൾ മെനയായിരുന്നു പുറത്തുനിന്ന്. കുക്കു ഭയങ്കര ആവേശത്തിലാണ്. കുക്കു, ഇതാണ് കളി, ഇതാണ് എന്താ പറയുക ടീം. ഞങ്ങള് ജയിച്ചു എന്നല്ല, നമ്മള് ജയിച്ചു. അതാണ് എല്ലാവരും ജയിച്ചു. അമ്മ ജയിച്ചു. അതെ, തീർച്ചയായിട്ടും. അലക്സ്, താങ്ക് യു. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ആത്താ വന്നത്. അതെ, തുറുപ്പ് ചീട്ടിനെ ഒളിപ്പിച്ചു വെച്ചിരുന്നു അല്ലേ? താങ്ക് യു സിന്ധു, താങ്ക് യു വിദ്യ. അമേസിംഗ് ഗൈസ്. താങ്ക് യു എവരിവൺ. വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കില്ല വേണ്ടത്. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വലിയ തരികളാൽ സമ്പുഷ്ടമായത്, ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വെയിറ്റ് ലോസിന് ഒരു കാരണം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride
is a Maharani.